ഹായ് ഓൾ, ദിസ് ഈസ് അരുൺ. ഇന്ന് നമ്മളൊരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നോക്കുന്നത്. അത് വളരെ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഫൗണ്ടർ രജീന്ദ്ര ഗുപ്ത എന്നുള്ള ആളാണ്. ഇതിൽ ഇവർ മെയിൻലി ഒരു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് യാൺ, പേപ്പർ, കെമിക്കൽ ഇതിലെല്ലാം ഇതുണ്ട്, മീൻസ് ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ കൺട്രി അല്ല, ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവരുടെ പഞ്ചാബ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ട്രൈഡൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നൊരു സമയത്ത് ഇതിപ്പോൾ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ്. അത് ഇവർ ടൗൾസാണ്, ടെറി ടൗൾസാണ് മാക്സിമം ഇവർ പ്രൊഡക്ഷൻസ് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു 12% CAGR ആണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ 100% ഇൻക്രീസ് ഇൻ ഡിവിഡൻഡ് പേ ഔട്ട്. ഇവർ ഒരു വർഷം ഒരു 4 times ഡിവിഡൻഡ് കൊടുക്കുന്നൊരു കമ്പനിയാണ്. അതുപോലെ ഇവരുടെ ഗ്ലോബൽ പ്രസൻസ് എന്ന് പറയുമ്പോൾ തന്നെ 100 countries ഇവരുടെ എക്സ്പാൻഷൻ ബിസിനസ് ഉണ്ട്. അതുപോലെ നമുക്ക് താഴെ കാണാം മറ്റേ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട്. അത് വീഡിയോ അത്ര ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഡൊമസ്റ്റിക്കിൽ 43 എക്സ്പോർട്ട് 57 ആണ്. അതായത് ഈക്വൽ ഏകദേശം നമുക്ക് ഈക്വൽ പാർട്ടിസിപ്പൻസ് ഇൻ ഗ്ലോബൽ ആസ് വെൽ ആസ് ഇൻ ഇന്ത്യ. അതുപോലെ ഇവരുടെ മെയിൻലി ബെഡ് ആൻഡ് ബാത്ത് ലെനിനിലാണ് ഇവരുടെ ഇത് മറ്റേ ബിസിനസ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 51%, യാനിൽ 30% ഉള്ളൂ, പേപ്പറിൽ 19% ആണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന സമയത്തുള്ള പ്രൈസാണ്. ഇതിൻ്റെ 4.80 ആണ് ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ക്യാപ്പിൽ 2446. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഒരു 1000 എബോ ഉള്ളൊരു കമ്പനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗുഡായിരിക്കും. ഇതിപ്പോൾ എൻ്റെ ഒരു ക്രൈറ്റീരിയ ഓഫ് സെലക്ഷനാണ്. കാരണം അണ്ടർ 100ലേക്ക് അല്ലെങ്കിൽ 1000ലേക്ക് പോകുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൈസ അത്രയും റിസ്ക് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് ഒരു 1000 എബോ എന്നുള്ള രീതിയിൽ. കാരണം 100ന് താഴെയുള്ള സ്റ്റോക്സ് ഒക്കെ ഉണ്ട്, 100 crore മാർക്കറ്റ് ക്യാപ്പ് താഴെയുള്ള സ്റ്റോക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഒരു വേ ഓഫ് ക്രൈറ്റീരിയയിൽ അത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോക്സ് 100 crore മുകളിലുള്ള സ്റ്റോക്കാണ്. കാരണം ഇതൊരു പെന്നി സ്റ്റോക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈസ് ഇറ്റ്സ് പെന്നി സ്റ്റോക്ക്. പക്ഷേ അതിന് നല്ല ഗ്രോയിങ് പൊട്ടൻഷ്യൽസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് 2400 എബോ crore ഉള്ള ഒരു കമ്പനിയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ROCയും ശരിക്കും നമ്മൾ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 15 to 20% ഇൻ ബിറ്റ്വീനുള്ള സ്റ്റോക്സാണ് എടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ട്രൈഡൻറ്റ് അത് 13 and 12% ആണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ROEയും ROCയും ഏകദേശം ഇൻലൈൻ വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഒരുപാട് വേരിയേഷൻസ് വരാതെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ROEയുടെയും ROCയുടെ ഒക്കെ ഇൻഡിവിജ്വൽ വീഡിയോസ് അപ്കമിങ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ EPS 0.77 ആണ്. EPS ഗ്രോത്ത് 39.60. PE റേഷ്യോ വന്നിട്ട് 6.3 ആണ്. അപ്പോൾ PE റേഷ്യോ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ PE റേഷ്യോ കുറഞ്ഞു നിൽക്കുന്നതാണ് ഒരു കമ്പനിയുടെ ഗ്രോയിങ് പൊട്ടൻഷ്യൽസിന് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ. പ്രൈസ് ടു ബുക്ക് റേഷ്യോ 0.84 ആണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് 2019 തന്നെ 4 times അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 3 ഇൻടേമും ഒരു ഫൈനലും. ലാസ്റ്റ് ഡിസംബറിൽ അവർ അഗെയിൻ ഒരു ഇൻടേം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 2018 ഒരു 4 times കൊടുത്തിട്ടുണ്ട്, 2019 ഒരു 4 times കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇയറിൽ തന്നെ 4 times ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ ഡിവിഡൻഡ് ആയിട്ടെങ്കിലും കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്കൊരു ഷോർട്ട് ടേമിൽ 3 months പീരീഡിൽ കിട്ടുന്ന രീതിയിൽ നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സോൾവൻസി റേഷ്യോസിൽ അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1ൽ താഴെയാണ് പൊതുവെ പ്രിഫർ ചെയ്യാറുള്ളത്. ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, കറണ്ട് റേഷ്യോയുടെ ഒക്കെ ഇൻഡിവിജ്വൽ വീഡിയോസ് ചാനലിലുണ്ട്. ഇപ്പോൾ കാണാത്തവർ അത് ദയവ് ചെയ്ത് കാണാം. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1ൽ താഴെ വരുന്നതായിരിക്കും നല്ലൊരു കമ്പനി. കാരണം അത്രയും കടബാധ്യത കുറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനി എന്നാണ് അത് പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1ൽ താഴെ വരുന്ന കമ്പനീസ് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 5.64 ആണ്.
അപ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇൻ കേസ് ഓഫ് ഡെപ്റ്റ് വരുന്ന സമയത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയൊരു ഇൻഡിക്കേറ്ററായിട്ടാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് 5.64 എന്ന് പറഞ്ഞാൽ നല്ലൊരു റേഷ്യോ ആണ്. അതുപോലെ കറണ്ട് റേഷ്യോ, അതായത് കറണ്ട് അസറ്റ്സ് വിറ്റിട്ട് ഇപ്പോൾ ഉള്ള ലേബിലിറ്റീസ്, അതായത് കറണ്ട് ലേബിലിറ്റീസ് അടയ്ക്കാൻ ഉള്ള പ്രാപ്തി തന്നെയാണ് ഇത് നോക്കുന്നത്. അപ്പോൾ എബോവ് 1 ആണ് നമ്മൾ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ അത് എബോവ് 1 തന്നെയാണ്. അതുപോലെ ബുക്ക് വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ എല്ലാം വിറ്റിട്ട് ലാസ്റ്റ് ഷെയർ ഹോൾഡറിന് കൊടുക്കാൻ പറ്റിയൊരു എമൗണ്ട്, പിന്നെ എല്ലാ കടബാധ്യത, എല്ലാ അസറ്റെല്ലാം വിറ്റെല്ലാം കഴിഞ്ഞ് എല്ലാ ഡെപ്റ്റും എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് എത്രയാണ് മിച്ചം വരുന്നത് ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റിയൊരു എമൗണ്ടാണ് ഈ പറയുന്നത് 5.75. സാധാരണ രീതിയിൽ നമ്മൾ ബുക്ക് വാല്യൂവിനേക്കാളും താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടൈം ടു എൻ്റർ എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും താഴ്ന്നു നിൽക്കുന്ന ഒരു ടൈമാണ്. അതേപോലെ തന്നെ ഇത് ശരിക്കും ബാങ്കും അതുപോലത്തുള്ള രീതിയിലുള്ളതിലാണ് നമ്മൾ ഈ ബുക്ക് വാല്യൂ അധികം നോക്കാറുള്ളത്, അതിന് എത്രയുണ്ട് മൂല്യം എന്നുള്ള സ്റ്റോക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്സിലും നമുക്ക് ഈ ബുക്ക് വാല്യൂസൊക്കെ പ്രിഫർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഒരു 5.75 താഴ്ന്നു നിൽക്കുന്ന ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് നമ്മൾ റീസെൻ്റ്ലി ലാസ്റ്റ് മന്ത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4.30 ലെവലിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അത് 2 days 3 daysനുള്ളിൽ ഒരു 6 rupees വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൈസ് ടു സെയിൽസ് നമുക്കറിയാം ഒന്നി താഴെ നിൽക്കണം എന്നാണ് പൊതുവേ ഉള്ള ഒരു മാനദണ്ഡം. അത് 0.47 ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 39.94. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 52 week ഹൈ വന്നിട്ട് 8.45 ആണ്. അതിൻ്റെ ലോ വന്നിട്ട് 3.05 ആണ്. അപ്പോൾ ഈ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു പെന്നി സ്റ്റോക്കായിട്ട് ഇത് റീസെൻ്റ്ലി ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വില വന്നത്. കാരണം ഇത് 10:1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 85. അപ്പോൾ ഇതാണ് ട്രൈഡൻറ്റിൻ്റെ വെബ്സൈറ്റ്, trident.India.com എന്നാണ്. സോ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ബാറ്റിൽ അഗെയിൻസ്റ്റ് COVID-19 എന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ സപ്പോർട്ട് അറ്റ് വർക്ക്, സപ്പോർട്ട് അറ്റ് ഹോം, അതായത് വർക്കിൻ്റെ അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 2 months എക്സ്ട്രാ സാലറി ഓഫ് മെമ്പേഴ്സ് വർക്കിംഗ് അറ്റ് ഗ്രൗണ്ട് സീറോ ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് അവരെന്തൊക്കെ രീതിയിലാണ് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ വർക്കിലും അതുപോലെ ഹോം, അതേപോലെ താഴെ അതിൻ്റെ ഫാക്ടറീസിൽ അവരെങ്ങനെയാണ് ചെയ്തത്, അത് എന്തൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സാണ് അവരെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ചെയർമാൻ രജീന്ദ്ര ഗുപ്തയാണ്. അപ്പോൾ പുള്ളി ലാസ്റ്റത്തെ ഒരു കോട്ടുണ്ട്, ഐ ഹോപ്പ് യു ആർ സ്റ്റേയിങ് ഹെൽത്തി ആൻഡ് സേഫ്. സോ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ അവർ ഈ ഒരു കോവിഡിൻ്റെ ഈ ടൈമിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ അത് കമ്പനി വർക്കിംഗ് തന്നെയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഹോം ടെക്സ്റ്റൈൽ, യാൺ, പേപ്പർ, കെമിക്കൽ, എനർജി. അപ്പോൾ ജസ്റ്റ് ഒരു പെട്ടെന്ന് നമുക്ക് ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് പറയുന്നത് ബെഡ് ആൻഡ് ബാത്ത് ലിനിൻസ് ആണ്. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ അറിയാം ടവൽസും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സും ആണ്. അപ്പോൾ ഇത് മെയിൻലി ഉപയോഗിക്കുന്നത്, ഇതുപോലത്തെ ടവൽസ് ഉപയോഗിക്കുന്നത് ഹോട്ടൽ മേഖലയിലായിരിക്കും. അപ്പോൾ ഹോട്ടലിൽ അത്യാവശ്യം എല്ലാം ഹോട്ടലിൽ ഈ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതുണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഏറ്റവും താഴെ അതിൻ്റെ ക്ലയൻസ് ആരൊക്കെയാണെന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് അവരുടെ ബ്രാൻഡ്സ് വരുന്നത്. ക്ലയൻസിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് അറിയപ്പെടുന്ന കുറച്ച് ആമസോൺ, വാൾമാർട്ട്, അത് നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ITC ഹോട്ടൽസ്, അത് വൻകിട കമ്പനീസ്, അത് താജ് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് ബ്രാൻഡ്സ്, ടോപ്പ് കമ്പനീസാണ് അവരുടെ ക്ലയൻസായിട്ട് വരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ പോകുമ്പോൾ യാൺ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുമുണ്ട്. അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ടവൽ, ഷീറ്റിംഗ്, ഇതൊക്കെയാണ് യാൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അവർക്ക് നമുക്ക് താഴെ നോക്കുമ്പോൾ ക്ലയൻസ് ആയിട്ട് വരുന്നത് റേമൻഡ്, അരവിന്ദ്. സോ അതായത് ഇവരിൻ്റെ ഷർട്ട്സ് അതുപോലത്തുള്ള ഐറ്റംസിന് യാൺ കൊടുക്കുന്നത് ട്രൈഡൻറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം അരവിന്ദ് അതുപോലെ തന്നെ റൈമൻഡ് ഒക്കെ എത്ര വലിയ കമ്പനീസാണെന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ള കമ്പനീസ് എനിക്കത്ര ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കറിയുന്ന കമ്പനീസാണ് ഞാനിവിടെ പറയുന്നത്.
അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇത് ട്രൈഡൻറ്റിൻ്റെ പേപ്പർ ഉണ്ട്. അത് വെച്ചാൽ ഇത് A4 സീറ്റ് പേപ്പറാണ്. അതായത് പ്രിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി പേപ്പറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മരത്തിൽ നല്ല ഇവരിത് ചെയ്യുന്നത് ഒരു കുറച്ച് ഇവർ തന്നെ പറയുന്നുണ്ട് അതിൽ ഒരു എക്കോ ഫ്രണ്ട്ലി അപ്രോച്ച് കിട്ടാൻ വേണ്ടി ഇവർ ഇവർ പഞ്ചാബ് ബേസ്ഡ് ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർ മെയിൻലി ഇവർക്ക് കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റാ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് ഈ ഗോതമ്പിൻ്റെ വേസ്റ്റ് അത് വെച്ചിട്ടുള്ളൊരു ഫൈബർ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ ആ പ്രൊഡക്റ്റ് റേഞ്ചസ്. അതായത് ഈ പേപ്പറിൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇതിൻ്റെ നമുക്ക് ഏറ്റവും ഇവിടെ അത് കാണിച്ച് തരാൻ നോക്കട്ടെ ഞാൻ. അതായത് ഒരു ദിസ് എക്കോ ഫ്രണ്ട്ലി കോപ്പർ പേപ്പർ, അതായത് നമുക്ക് ജസ്റ്റ് വൺ ലൈൻ മുകളിൽ കഴിഞ്ഞ പ്രോമിസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീനർ പ്ലാനറ്റ്. അതായത് മരമൊക്കെ വെട്ടി അത് കളയുന്നേക്കാളും നല്ലത് അവർ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു ഗ്രീൻ പ്ലാനറ്റ്, അതായത് ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു മരമൊന്നും കട്ട് ചെയ്യാതെ ആ ഒരു നമ്മൾ നേച്ചറിനെ കെപ്റ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു സസ്റ്റൈനബിലിറ്റിയാണ് അവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ്, സിറ്റി ബാങ്ക്, ഏകദേശം ബാങ്ക്സ്, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം, മാരുതി സുസുക്കി, അതായത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് തന്നെയാണ് അവരുടെ ക്ലയൻ്റായിട്ട് വരുന്നത്, അവരുടെ പേപ്പർ യൂസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി തന്നെയാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ റവന്യൂ, കാരണം ഇത്രയും കമ്പനീസൊക്കെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസാണ്. ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു എത്രയാണ് അതിൻ്റെ ഒരു ഇത്. കാരണം ഹീറോയും ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ വലിയ മാർക്കറ്റ് ക്യാപ്പും അതുപോലെ തന്നെ വലിയ മാർക്കറ്റ് ലീഡേഴ്സാണ്. HDFC ബാങ്കൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പേര് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ യൂസേജ് ക്ലയൻ്റായിട്ട് വരിക എന്ന് പറയുമ്പോൾ അവരുടെ ഇൻകം ജനറേഷൻസ് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ. പിന്നെ ജസ്റ്റ് 2 സെഗ്മെൻറ്റ് ട്രൈഡൻറ്റ് കെമിക്കൽസും അതുപോലെ തന്നെ ഇപ്പോൾ ട്രൈഡൻറ്റ് കെമിക്കൽസിൻ്റെ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സൈഡ്, മൈക്രോടെക് ആണ്. അപ്പോൾ ഇത് 2 ബാറ്ററി സെഗ്മെൻറ്റ്സിൽ നിന്ന് വരുന്നതാണ്, എക്സൈഡും മൈക്രോടെക് ടെക്നോളജീസും ലൂമിനസ് ഒക്കെ. അപ്പോൾ അവരുടെ നെക്സ്റ്റ് സെക്ടറായിട്ടുള്ള കെമിക്കലിലും അത്യാവശ്യം നല്ല ക്ലയൻസ്, അത് നല്ല ഫേമസ് ക്ലയൻസ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ എത്രയുണ്ട് എന്നുള്ളത്. അതുപോലെ ട്രൈഡൻറ്റ് എനർജി, ഈ ഒരു 5 സെഗ്മെൻറ്റാണ് ഈ ഒരു കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു സിംഗിൾ പ്രൊഡക്റ്റിലല്ല ഫോക്കസ് ചെയ്യുന്നത്, മൾട്ടി പ്രൊഡക്റ്റ് ഫോക്കസിങ് ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിനും അത്യാവശ്യം നല്ല ക്ലയൻസ് തന്നെ ഉണ്ട്, അപ്പം നല്ല ബിസിനസ് ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനി എടുക്കുമ്പോൾ നമുക്ക് അതിൽ മെയിൻലി നോക്കേണ്ടത് അതിൻ്റെ ബിസിനസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ആ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എത്രയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലയൻസ് എത്രയാണ്, ക്ലയൻസിൻ്റെ നമുക്കൊരു ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ഗുഡ് വില്ലുള്ള കമ്പനീസാണല്ലോ, അല്ലാതെ ചെറുകിട കമ്പനീസ് തന്നെയല്ല അവർ കൊടുക്കുന്നത്, ഒരു ഹൈ ലെവൽ കമ്പനീസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രൈഡൻറ്റിൻ്റെ ഒരു ബിസിനസ്സും ആ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ചാൻസസുമാണ് നമ്മൾ ജസ്റ്റ് ആ കമ്പനിയുടെ ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നോക്കിയത്. ഇനി നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെപ്തായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് തന്നെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കുന്നുള്ളൂ. കാരണം ഇൻഡെപ്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പോവും, ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 18-19 സെയിൽസ് നോക്കുകയാണെങ്കിൽ അറിയാം പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 266 crores നിന്ന് 371 crores ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ EPS ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കുറയുന്നതാണ് നല്ലത്, അത്രയും പ്രോഫിറ്റബിലിറ്റിക്ക് അതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടാണ്, 40% ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആ ഒരു 19-18 ആ ഒരു റേഞ്ചിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് പറയണം, റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.